ഇനി കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അലി അല്ലിപ്ര ആമയൂർ. ഒരിക്കൽ ഒരു സൂഫിയോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഞാൻ എത്രയാണ് സമ്പാദിക്കേണ്ടത്? അപൂർവങ്ങളിൽ അപൂർവമായ ചോദ്യം കേട്ട് ഗുരു തല ഉയർത്തി നോക്കി. സാധാരണ കൂടുതൽ സമ്പാദിക്കുന്നതിനുള്ള കുറുക്കുവഴികൾ മാത്രം അന്വേഷിച്ചു വരുന്ന ഇക്കാലത്ത് ഇങ്ങനെയും ചോദിക്കുന്നവരുണ്ടോ? അദ്ദേഹം ഒന്നും പറയാതെ അകത്തേക്ക് പോയി ഒരു പാത്രത്തിൽ നിറയെ മുട്ടകളുമായി വന്നു. കൈ നീട്ടു. ശിഷ്യൻ 2 കൈകളും നീട്ടി. മുട്ടകൾ ഓരോന്നോരോന്നായി എടുത്ത് അയാളുടെ കൈകളിൽ വെച്ചു. 3 വെച്ചപ്പോൾ കൈകളിൽ സ്ഥലപരിമിതി അനുഭവപ്പെട്ടു. 4ാമത്തേത് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. അതിനു മുകളിൽ 5ാമത്തേത് വെച്ചപ്പോൾ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഗുരു പാത്രത്തിൽ നിന്ന് 6ാമത്തേത് എടുത്തപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട ഗുരു, താഴെ വീണ് ഉടഞ്ഞുപോകും. ഗുരു പുഞ്ചിരിച്ചു. നിന്റെ ചോദ്യത്തിന്റെ ഉത്തരമിതാണ്. നിനക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനുമപ്പുറം ആഗ്രഹിക്കരുത്. ശരി ഗുരു, ഞാൻ എനിക്ക് ജീവിക്കാൻ ആവശ്യമായത് മാത്രം സമ്പാദിക്കും. അത് ശരിയല്ല. നിനക്ക് അധ്വാന ശേഷിയുണ്ടെങ്കിൽ അത് ദൈവം തന്ന അനുഗ്രഹമാണ്. പ്രയോജനപ്പെടുത്തിയേ തീരൂ. സമ്പാദ്യത്തിൽ നിനക്ക് ആവശ്യമുള്ള വിഹിതം കഴിഞ്ഞാൽ ബാക്കി അർഹതപ്പെട്ടവർക്ക് നൽകുക. അവരുടെ സന്തോഷമാവണം നിന്റെ വിജയത്തിന്റെ ഊർജം. പ്രിയമുള്ളവരെ, ഇന്ന് എല്ലാവരും സമ്പത്തിന്റെ പിറകെയാണ്. എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. പണസമ്പാദത്തിനു വേണ്ടി ചതിയും വഞ്ചനയും നടത്താൻ ചിലർ മടിക്കാറില്ല. പണം അപഹരിക്കാൻ, സതീർത്ഥ്യനെ കൊലപ്പെടുത്താനും 1 ഗ്രാം സ്വർണത്തിന് പിഞ്ചുബാലികമാരെ ഇല്ലാതാക്കാനും ദുഷ്ടന്മാർ ശ്രമിക്കാറുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ എത്ര അർത്ഥവത്താണ്. കെട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദൃഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. ദുരാഗ്രഹത്തെക്കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞതിങ്ങനെയാണ്: മനുഷ്യപുത്രന് ഒരു സ്വർണ്ണത്തായ്വര ലഭിച്ചാൽ അത് 2 അവൻ ആഗ്രഹിക്കുന്നു. മണ്ണല്ലാതെ അവന്റെ വായി നിറക്കുകയുമില്ല. ധനത്തോടുള്ള അമിതമായ ത്വര മനുഷ്യനെ മത്തുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത്. ദൈവം ഒരാൾക്ക് അനുഗ്രഹമായി നൽകിയ ധനം തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലെന്ന് മനസ്സിലാക്കണം. പ്രയാസപ്പെടുന്നവർക്ക് അവകാശപ്പെട്ടത് തന്റെ കയ്യിലാണ് ദൈവം നൽകിയതെന്ന് അവൻ ഓർക്കണം. ഒരാളുടെ ജീവിതവും ജീവിത നിലവാരവും താളം തെറ്റാൻ അധിക സമയം വേണ്ടെന്ന് മറക്കരുത്. ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞതുപോലെ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഈ വരികളിലെ ആശയം ഉൾക്കൊണ്ടാൽ അശനരരെ സഹായിക്കാൻ തോന്നും. അതിലൂടെ ആത്മവിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കും. ഒരർത്ഥത്തിൽ സമ്പത്തിനേക്കാൾ വലുതാണ് ആത്മസംതൃപ്തി. യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം ധനം കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്നതല്ല. നബി തിരുമേനി പറഞ്ഞു, ധന്യതയെന്നാൽ വിഭവങ്ങളുടെ ധാരാളിത്തമല്ല, മറിച്ച് ധന്യത മനസ്സിന്റെ ധന്യതയാണ്. പണവും ധനവും നൽകൽ മാത്രമല്ല ധർമ്മം. അപരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നതും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല വാക്ക് പറയുന്നതും ദാനമാണ്. മറ്റൊരുത്തന് ചെയ്തു കൊടുക്കുന്ന ഏത് നല്ല കാര്യവും ദാനം തന്നെ. ഇത്തരം ദാനങ്ങൾ സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ ചെയ്യാവുന്നതുമാണ്. നമ്മിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കുന്നുവെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാർ. സുഹൃതം ചെയ്യുന്നവരെ പടച്ചവന് ഏറെ ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആൻ 2:195 പറയുന്നു, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അലി അല്ലിപ്ര ആമയൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9048477916.